മറ്റൊരു വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ എക്സ്പോർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഒരു പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് റിസർച്ച് പറഞ്ഞു, കസ്റ്റമർ റിസർച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട് ചാനൽസ്. ശരിക്കും നമ്മളൊരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങിയാലും നമുക്ക് എല്ലാ ഗുഡ്സും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില ഗുഡ്സുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗുഡ്സിന്റെ അടിസ്ഥാനത്തിലും പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ചാനൽസിന്റെ അടിസ്ഥാനത്തിലും പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ടിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. ഒന്നാമത്തത് പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. എന്താണ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ്? പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഗുഡ്സുകൾ. പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിരോധിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളൊരു സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ചില സാധനങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഗവൺമെന്റ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ഗുഡ്സുകളെ നമുക്ക് എന്ത് പറയാം? പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ആർ നോട്ട് പെർമിറ്റഡ് ടു ബി എക്സ്പോർട്ടഡ്. പ്രൊഹിബിറ്റഡ് ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, അല്ലേ, ദോസ് ഐറ്റംസ് ആർ നോട്ട് പെർമിറ്റഡ് ടു ബി എക്സ്പോർട്ടഡ്. വിച്ച് ഐറ്റംസ്? ഏത് ഐറ്റംസ് ആണ്? പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്, ആൻ എക്സ്പോർട്ട് ലൈസൻസ് വിൽ നോട്ട് ബി ഗിവൺ ദ നോർമൽ കോഴ്സ് ഫോർ ഗുഡ്സ് ഇൻ ദ പ്രൊഹിബിറ്റഡ് കാറ്റഗറി. കണ്ടോ, പ്രൊഹിബിറ്റഡ് കാറ്റഗറിയിലുള്ള ഗുഡ്സിനൊന്നും എന്ത് തരത്തില്ല, എക്സ്പോർട്ട് ലൈസൻസ് ഒരു കാരണവശാലും തരത്തില്ല. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? സം ഓഫ് ദി പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഇൻക്ലൂഡ് അനിമൽസ്, എക്സോട്ടിക് ബേർഡ്സ്, ബീഫ്, സീഷൽ, പീകോക്ക് ഫെദർ. അല്ലേ, ഈ നമ്മുടെ ഈ മൃഗങ്ങളുടെ കണ്ടൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആനക്കൊമ്പ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സീഷൽസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബീഫ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ മയിൽപീലി, ഇതൊന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്തരം ഗുഡ്സുകൾ വരുന്ന കാറ്റഗറി ഏതാണ്? പ്രൊഹിബിറ്റഡ് കാറ്റഗറിയാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്? പ്രൊഹിബിറ്റഡ് ഗുഡ്സുകൾ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സിൽ നമ്പർ 1 പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. ഇത് നമ്പർ 2 ആണ്. ഏത്? റെസ്ട്രിക്റ്റഡ് ഗുഡ്സ്. നോക്കിക്കേ, റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാം, പക്ഷെ ഒരു നിയന്ത്രണമുണ്ട്. അതാണ് റെസ്ട്രിക്റ്റഡ് ഗുഡ്സ്. വാട്ട്സ് എ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഗുഡ്സ്? പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഒരു കാരണവശാലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് അങ്ങനെയല്ല, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, അതിന് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ റെസ്ട്രിക്റ്റഡ് ഐറ്റം ക്യാൻ ബി പെർമിറ്റഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ലൈസൻസ്. റെസ്ട്രിക്റ്റഡ് ഐറ്റം നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് സ്പെഷ്യൽ ലൈസൻസ് വേണം. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ക്വാറി മൈനിങ് പർപ്പസ് നടത്തുകയാണ്. നമുക്ക് ബോംബ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ് നമുക്കൊന്നും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു ക്വാറി പർപ്പസ് നടത്തുകയാണ്, മൈനിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലോസീവ്സ് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അതിന് നമുക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? സ്പെഷ്യൽ ലൈസൻസ് വേണം. കാരണം ഈ എക്സ്പ്ലോസീവ്സ് ഒക്കെ വരുന്നത് റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രഗ്സ്, അല്ലേ, മയക്കുമരുന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യാം, ക്രയവിക്രയം ചെയ്യാം. നമ്മളൊരു ലബോറട്ടറിയോ ആയിരിക്കണം. അതുകൊണ്ട് സ്പെഷ്യൽ ലൈസൻസ് റെസ്ട്രിക്റ്റഡ് ഗുഡ്സിന് ആവശ്യമാണ്. ഇവിടെ പറയുന്ന നോക്കിയേ, ദ പ്രൊസീജിയർ ഫോർ റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് മേ ബി റിക്വയർഡ് ടു ബി കംപ്ലൈഡ് വിത്ത് ഇൻ അഡിഷൻ ടു ദി ജനറൽ റിക്വയർമെന്റ് ഓഫ് ലൈസൻസ്. കണ്ടോ, എക്സ്പോർട്ട് ചെയ്യുന്ന പെർമിഷൻ അല്ലാതെ ഇത്തരം ഏത് റെസ്ട്രിക്റ്റഡ് ഐറ്റം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അഡീഷണൽ ലൈസൻസ് വേണം. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്? നമ്പർ 1 പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. പ്രൊഹിബിറ്റഡ് goods. Then number 2 restricted goods. Restricted goods. സംഭവം ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ, അല്ലേ? നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യാം വിച്ച് ക്യാൻ ബി പെർമിറ്റഡ് അണ്ടർ സ്പെഷ്യൽ ലൈസൻസ്, അല്ലേ? ഏത് ഐറ്റംസ് ആണ്?
അത് റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, ഈ 2 ഗുഡ്സുമാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമ്മുടെ ടോപ്പിക് എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ 2 പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള ഡിഫറെന്റ് എക്സ്പോർട്ട് ചാനൽസ് ആണ്. നോക്കിയേ, ഒന്ന് സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ്. പരീക്ഷയ്ക്ക് ചോദിക്കും STEയുടെ ഫുൾ ഫോം. സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് അതൊരു ചാനലാണ്. ഞാനൊരു സാധനം എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. പോകുമ്പോൾ എനിക്ക് എന്തില്ല, എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഇല്ല. ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സാധനമാണ്. അപ്പം ഞാൻ അവിടെ ചാടിക്കയറി എക്സ്പോർട്ട് ലൈസൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം ചെറിയൊരു സാധനമാണ്. അപ്പം എനിക്ക് സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് വഴി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. അതൊരു ചാനലാണ്, അത് ഗവൺമെന്റിന്റെ ചാനലാണ്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ ചെറുകിട വ്യവസായികളെല്ലാം എന്ത് ചെയ്യും? ചേർത്ത് നിർത്തും. എന്നിട്ട് അവരുടെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യും. ആരുടെ നമ്പറിൽ? ഈ പറയുന്ന സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസിന്റെ എക്സ്പോർട്ട് നമ്പറിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ IEC കോഡിൽ നമുക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാം. അതൊരു ചാനലാണ്. നമ്മൾ ചാടി കയറി എക്സ്പോർട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? അപ്പം അത് STE ഒരു ചാനലാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോട്ട് എന്താ പറയുന്നത് നോക്കിയേ, എക്സ്പോർട്ട് ത്രൂ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് ഈസ് പെർമിറ്റഡ് വിത്തൗട്ട് ആൻ എക്സ്പോർട്ട് ലൈസൻസ്. നമുക്ക് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ് വഴി സാധനം എക്സ്പോർട്ട് ചെയ്യാം വിത്തൗട്ട് എക്സ്പോർട്ട് ലൈസൻസ്. എക്സ്പോർട്ട് ലൈസൻസിന്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. രാജ്യത്തിന്റെ ഓരോ എക്സ്പോർട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സാധനങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ എത്തിക്കുക. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറയുന്നത്? റെസ്ട്രിക്ഷൻസ് ഓൺ കൺട്രീസ് എക്സ്പോർട്ട്. ഇത് മറ്റൊരു ചാനലാണ്. ഇതൊരു അടഞ്ഞ ചാനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരുന്നതാണ്. എക്സ്പോർട്ട് ടു ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഗവൺമെന്റിന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും, കാരണം ഡിഫൻസ് പരമായിട്ടുള്ള ഇഷ്യൂസ്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന രാജ്യങ്ങളാണ് ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഗവൺമെന്റിന് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന STE വഴി നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. അതൊരു ചാനലാണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റാത്തത് ഡ്യൂ ടു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഏതൊക്കെയാണ്? ഇറാഖും അഫ്ഗാനിസ്ഥാനും. ക്ലിയർ ആയിട്ട് എഴുതിക്കൊള്ളണം. ഇനി നോക്കിയേ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് എക്സ്പോർട്ട് ചാനൽസ്. അപ്പൊ നമ്മളിവിടെ എത്രയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സിൽ നമ്മൾ 2 പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൊഹിബിറ്റഡ് ഗുഡ്സും റെസ്ട്രിക്റ്റഡ് ഗുഡ്സും. ചാനൽസിൽ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസും പറഞ്ഞു. പിന്നെന്താണ്? റെസ്ട്രിക്ഷൻസ് ഓൺ കൺട്രീസ് എക്സ്പോർട്ട്. ഇനി നോക്കിയോ, മറ്റൊരു ചാനലാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. അല്ലേ? നമുക്ക് സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, ഇടനിലക്കാരില്ലാതെ. നമ്മളവിടെ ഇടനിലക്കാരെ വെക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ഡയറക്ട്ലി ടു ദി ബയർ ബൈ ദി മാനുഫാക്ചറർ ഹിംസെൽഫ് ത്രൂ ഹിസ് ഏജന്റ് സിറ്റുവേറ്റഡ് ഇൻ ദ കൺട്രി. ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, ഞാൻ കൺസ്യൂമറിന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം? ഗുഡ്സ് കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഏജന്റിനെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് കൊടുപ്പിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഇൻ ദിസ് മെത്തേഡ് ദ മാനുഫാക്ചറർ എക്സ്പോർട്ട് ഗുഡ്സ് ഡയറക്ട്ലി ടു ദി ഫോറിൻ ബയർ ത്രൂ ഹിസ് ഏജന്റ് സിറ്റുവേറ്റഡ് ഇൻ എബ്രോഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് എന്ത് ചെയ്യാം? നമുക്ക് കൊടുക്കാം. മനസ്സിലായില്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് കൊടുക്കാം. നമ്മുടെ ഏജന്റ് അവിടെ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ സാംസങ്ങിന്റെ മൊബൈൽ നമ്മൾ വാങ്ങുന്നു. സാംസങ്ങിലെ ചേട്ടന്മാര് സാംസങ് എന്ന് പറഞ്ഞൊരു നീല ബനിയൻ ഇട്ടുകൊണ്ട് നിൽക്കും. എന്താ അവരങ്ങനെ നിൽക്കുന്നത്? അവര് സാംസങ്ങിന്റെ ഡയറക്റ്റ് ഏജന്റ് ആണ്. അപ്പൊ സാംസങ് അത് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്, റീറ്റെയിലറിനോ ഹോൾസെയിലറിനോ കൊടുത്ത് നടത്തുന്നതല്ല. ഇനി അങ്ങനെ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ നോക്കിക്കേ, ഒന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും? ഫസ്റ്റ് ഹാൻഡ്. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്യണം, ഞാൻ കൊടുക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. നമ്പർ 2, ഡയറക്റ്റ് കൺട്രോൾ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്, ഞാൻ ഇടനിലക്കാരും ഇല്ലല്ലോ, ഞാൻ ഡയറക്റ്റ് ആയിട്ടല്ലേ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതാണ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്. റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ് വില്ല്. ഒരു പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ മുതൽ അതിന്റെ എക്സ്പോർട്ടിംഗ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഒരു റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും ഉണ്ടായിരിക്കും.
പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും, ഹയർ പ്രൈസ് ആയിരിക്കും. മനസ്സിലായി? ഹയർ പ്രൈസ് നമുക്ക് ഫിക്സ് ചെയ്യാം അല്ലേ? കാരണം ഇടനിലക്കാർക്കാർക്കും പ്രൈസ് വീതിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ഫിക്സ് ചെയ്ത് നമുക്ക് വിൽക്കാം. നമുക്ക് ഇടനിലക്കാരുണ്ടെങ്കിലോ നമുക്ക് ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവരുടെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് ആ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ എന്താണ്, അവർക്കുള്ള കമ്മീഷൻ നമ്മൾ കൊടുക്കണം. നമുക്ക് തോന്നിയ പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഈ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, റിസ്ക് കൂടുതലാണ്. കാരണം എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ തന്നെ ചെയ്യുന്നു. ഫോറിൻ കൺട്രീസിൽ നമ്മൾ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ അവിടെ റിസ്ക് കൂടുതലാണ്. ഈ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നല്ല ക്യാഷ് ഉണ്ടായിരിക്കണം, ഹയർ ഇൻവെസ്റ്റ്മെന്റ്, ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ മസ്റ്റാണ്. ഈ എക്സ്പോർട്ടിനെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ എന്തായിരിക്കും? സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല എന്താണ്? സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും, എക്സ്പോർട്ടിലും അവിടുത്തെ അഡ്വർടൈസ്മെന്റിലും എല്ലാ കാര്യത്തിലും നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. റിക്വയർ വാസ്റ്റ് നോളജ്, നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇതൊന്നും സ്മാൾ മാനുഫാക്ചറിന് പറ്റുന്നതല്ല. കാരണം എന്താണ്? നമുക്ക് എക്സ്പോർട്ട് ഡയറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ക്യാഷ് നമുക്ക് വേണം. അപ്പോൾ സ്മാൾ എക്സ്പോർട്ടേഴ്സിനെ കൊണ്ട് ഒരു കാരണവശാലും അത് സാധ്യമല്ല. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? ഡിസെക്കണോമീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഡിസെക്കണോമീസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഞാൻ അതിൽ എക്സ്പേർട്ട് അല്ല. എനിക്ക് അവിടുത്തെ ഹോൾസെയിലറും റീറ്റെയിലറും സ്ഥിരമായി പോകുന്ന കടകളൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു ഹോൾസെയിലറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ ഞാൻ ഗുഡ്സ് ഹോൾസെയിലറിലെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിയാം പ്രോഡക്റ്റ് എവിടെയാണ് കൂടുതൽ വിറ്റ് പോകുന്നതെന്ന് അയാൾക്ക് അറിയാം. പിന്നെ അടുത്ത് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ടിങ് നമ്മൾ പറഞ്ഞു, ഇടനിലക്കാരില്ലാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. പക്ഷെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയോ, ഇവിടെ പറയുന്നത് എക്സ്പോർട്ടർ സം സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ? എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു? സം സ്പെഷ്യലൈസ്ഡ് ഏജൻസികളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നുകിൽ മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഹൗസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഹൗസസ് ആയിരിക്കാം അല്ലേ? കാരണം എന്തായിരിക്കും? എക്സ്പോർട്ടർ ഒരു സ്മാൾ ബിസിനസ് ആയിരിക്കും. അയാൾക്ക് ഈ എല്ലാ ആക്ടിവിറ്റി നടത്താനുള്ള കാശ് അയാളെ കാണൂല. പിന്നെ എന്താണ്? ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ക്യാപിറ്റൽ, അയാളിൽ ഒരുപാട് ക്യാപിറ്റൽ കാണൂല, നല്ല ഇൻഫ്രാസ്ട്രക്ചർ അയാളെ കാണൂല. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ഫോറിൻ മാർക്കറ്റ്, അയാൾക്ക് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവണമെന്നില്ല. സ്റ്റിഫ് കോമ്പറ്റീഷൻ ഇൻ ദി ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റിഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ എന്താണ്? അയാൾ അവിടെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് കസ്റ്റമറിൽ നിന്ന് കിട്ടത്തില്ല, ഹൈ കോമ്പറ്റീഷൻ ആണെങ്കിൽ. പക്ഷെ ഒരു ഹോൾസെയിലറിനെ ഏൽപ്പിച്ചാൽ ഹോൾസെയിലറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്താണ് ഇവിടെ എന്താണ് കൂടുതലും സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉള്ള മേഖലകളിലൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ് കൂടുതലും ബെറ്റർ ആയിട്ട് വരുന്നത്. പിന്നെ കോഷ്യസ് അപ്രോച്ച്, ഏറ്റവും റിസ്ക് കുറഞ്ഞ അപ്രോച്ച് ഏതാണ്? ഈ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. റിസ്ക് കുറവാണ്, ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് മതി, സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, അവൈലബിലിറ്റി ഓഫ് ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് അല്ലേ? പിന്നെ എന്താണ്? ടെക്നിക്കൽ ഗൈഡൻസ്. പിന്നെ എന്താണ്? സ്യൂട്ടബിൾ ഫോർ സ്മാൾ ഫോർ. പിന്നെ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അയാൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതാണ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കും. ലാക്ക് ഓഫ് കൺട്രോൾ, നമ്മൾ ഹോൾസെയിലറിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ ഇടനിലക്കാരുണ്ട്, നമ്മൾ ഹോൾസെയിലറിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ലെസ് ഓർ നോ ഇൻസെൻറ്റീവ് കുറവായിരിക്കും, ലോവർ പ്രൈസ് ആയിരിക്കും, നമുക്ക് ഹൈ പ്രൈസ് ഒന്നും ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്ത് പറയുന്നത് എക്സസീവ് ഡിപ്പെൻഡൻസ്. ഓക്കെ, എന്താണ്? ഡിപ്പെൻഡൻസിൻ്റെ കൂടുതലായിരിക്കും. ലോവർ സെയിൽ വാളിയം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, മാനുഫാക്ചറിങ് എക്സ്പോർട്ടേഴ്സ്. ഈ മാനുഫാക്ചേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഒരു ഓർഗനൈസേഷൻ തുടങ്ങും, അവരുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, അവർ ഇടനിലക്കാരെയൊന്നും വയ്ക്കൂല. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, മാനുഫാക്ചേഴ്സ് ഹൂ ഡയറക്ട്ലി എക്സ്പോർട്ട് ദ ഫോറിൻ ബയേഴ്സ് വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. കണ്ടോ, അവർ ഇടനിലക്കാരെയൊന്നും വയ്ക്കില്ല. ഒന്ന് രണ്ട് മാനുഫാക്ചറൊക്കെ ചേർന്ന് അവരെന്ത് ചെയ്യും? ഒരു ഓർഗനൈസേഷൻ തുടങ്ങി വെക്കും, എന്നിട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. ദെൻ അടുത്ത് പറയുന്നത് എന്താണ്? അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ?
അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കൊടുക്കാം. ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. ഫുൾ എക്സ്പോർട്ട് ഇൻസെൻറ്റീവും അവർക്ക് കിട്ടും. പിന്നെ അടുത്ത് എന്താ പറയണേ, അവർക്ക് നല്ല ഗുഡ് വില്ലും ഉണ്ടാവും. രണ്ടാമത്തത് മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ്. ഈ മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ഫോറിൻ മാർക്കറ്റിൽ വിൽക്കും. ഓക്കെ, അവർ നോക്കുമ്പോൾ ഇത് നല്ല എന്താണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് നല്ല ഹിറ്റായല്ലോ, അപ്പൊ ഇത് നമുക്ക് എടുത്താൽ എന്ത് ചെയ്യും, ഫോറിൻ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് നല്ല വിറ്റ് പോകും എന്നുള്ള ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. അവർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും, പ്രോഡക്റ്റ് വാങ്ങും, എന്നിട്ട് അവർ എവിടെ വിൽക്കും, ഫോറിൻ മാർക്കറ്റിൽ വിൽക്കും. ഓക്കെ, അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം അവർക്ക് ലിമിറ്റഡ് ക്യാപിറ്റൽ ആയിരിക്കും. അവർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യൂല, അവരെന്താണ് ഫോറിൻ മാർക്കറ്റിൽ നിന്നാണ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത് വാങ്ങുന്നത്. മാർക്കറ്റിങ്ങിൽ അവർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അവർ ഇന്ന പ്രോഡക്റ്റ് തന്നെ എപ്പോഴും എക്സ്പോർട്ട് ചെയ്യണമെന്നില്ല. ഹോം കൺട്രിയിൽ ഉള്ള പ്രോഡക്റ്റ് എടുത്ത് അവരെന്ത് ചെയ്യും, ഫോറിൻ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. പ്രോഡക്റ്റ് അഡാപ്റ്റേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, മാറും. പിന്നെ ലാർജ് മാർക്കറ്റ് ഷെയർ, അവർക്കെല്ലാം നല്ല ലാർജ് മാർക്കറ്റ് ഷെയർ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറെ ഗുഡ്സുകളുണ്ട്, ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സുകൾ, മെയ്ഡ് ഇൻ ചൈന. അതൊക്കെ അവരെന്താ ചെയ്യുന്നത്, ഹോം കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ വന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ളത് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്. സ്റ്റാറ്റസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ കരുതി എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും, മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് തരും. അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പോർട്ടർ ആണെങ്കിൽ അതിന് തരും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ലേബലിൽ എന്ത് ചെയ്യാം, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാം. ഇതും ഒരു എക്സ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഏതൊക്കെ പറഞ്ഞു, മാനുഫാക്ചറിങ് എക്സ്പോർട്ടേഴ്സ്, മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ്. പരീക്ഷയ്ക്ക് വരുവേ, ക്വസ്റ്റ്യൻ വരുവേ, എക്സ്പോർട്ടർ ഹൂ പർച്ചേസ് ഗുഡ്സ് ഫ്രം ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആൻഡ് സെൽ ദം ഇൻ ഫോറിൻ മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ഫോറിൻ മാർക്കറ്റിൽ ഗുഡ്സ് വിൽക്കുന്നത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, വരും. അപ്പൊ അത് മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ് എന്ന് നിങ്ങൾ കൊടുത്തിരിക്കണം. പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് അല്ലേ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ തരും, നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യണം. പിന്നെ സർവീസസ് എക്സ്പോർട്ട് ഹൗസസ് ഉണ്ട്. സർവീസസ് എക്സ്പോർട്ട് ഹൗസസ് എന്ന് പറഞ്ഞാൽ എക്സിം പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതനുസരിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സർവീസസ് അവരെന്ത് ചെയ്യും, നമുക്ക് തരും. നമ്മുടെ രാജ്യത്ത് ഗുഡ്സ് മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് ഗുഡ്സ് മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സിനൊപ്പം സർവീസും കൂടി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ സർവീസസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് എക്സ്പോർട്ട് ഹൗസസ് ഉണ്ട്. ഇതും ഡിഫറെന്റ് എക്സ്പോർട്ട് ഓർഗനൈസേഷനിൽ വരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാനലൈസിങ് ഏജന്റ്. എന്താണ് കാനലൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ, ചില പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാനലൈസിങ് ഏജന്റ് വഴി മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാനൽ എന്ന് പറഞ്ഞാൽ കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വഴിയിൽ കൂടി മാത്രം വെള്ളം വെട്ടി വിടുന്നതിനാണ് നമ്മൾ കനാൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, ഈ ഒരു വഴിയിൽ കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ അയൺ ആൻഡ് അയിര്, ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്, MMTC. MMTC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെറ്റൽസ് ആൻഡ് മിനറൽ ട്രേഡ് കോർപ്പറേഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കൊള്ളണം, MMTCയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, മെറ്റൽസ് ആൻഡ് മിനറൽ ട്രേഡ് കോർപ്പറേഷൻ. പിന്നെ അടുത്തുള്ളത് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ ചോദിക്കും. ക്രൂഡ് ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, രാജ്യത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു കാനലൈസിങ് ഏജന്റ്. പിന്നെ എക്സ്പോർട്ട് കൺസോർഷ്യം. എന്താണ് എക്സ്പോർട്ട് കൺസോർഷ്യം, ഇത് മറ്റൊരു ഓർഗനൈസേഷൻ ആണ്. അതായത് ഇൻ ദിസ് കേസ് എ നമ്പർ ഓഫ് എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് മാനുഫാക്ചറർ. എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മാനുഫാക്ചറർ, അവരിൽ നല്ല ക്യാഷ് ഒക്കെ കാണും. അവർ തുടങ്ങുന്ന ബിസിനസ്സാണ് ഏത്, അവരെല്ലാം കൂടി ഒരു സാമ്രാജ്യം തുടങ്ങും, എന്നിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യും. അതാണ് എക്സ്പോർട്ട് കൺസോർഷ്യ. അവരെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൈസ് സ്റ്റെബിലൈസേഷൻ, രണ്ടെന്താണ് ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒക്കെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ. പിന്നെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. അവർക്കറിയാം അവർ ഹൈലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരൊരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് അറിയാം. ഇനി നോക്കിക്കോ, നമ്മളിപ്പോൾ കുറെ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്, നമ്പർ 1 മർച്ചന്റ് എക്സ്പോർട്ടേഴ്സ്, STC, സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസസ്, STE, സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്, സർവീസ് എക്സ്പോർട്ട് ഹൗസസ്,
മാനുഫാക്ചറിങ് എക്സ്പോർട്ടേഴ്സ്. പിന്നെ അടുത്ത് പഠിച്ചത് കാനലൈസിങ് ഏജന്റ്. കാനലൈസിങ് ഏജന്റ്. ഇത്രയും എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. നമ്പർ 1, എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക. SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. മാർക്കറ്റ് റിസർച്ച് കൃത്യമായിട്ട് നടത്തുക. ക്വാളിറ്റി അപ്ഗ്രേഡേഷൻ ചെയ്യുക. മാർക്കറ്റിംഗ് ഫങ്ഷൻ, എല്ലാ ആക്ടിവിറ്റീസും. പിന്നെ എന്താണ്? സെമിനാറൊക്കെ ഓർഗനൈസേഷൻ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കുറേയൊക്കെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഉണ്ട്. കുറേയൊക്കെ ആരുടെ അണ്ടറിൽ വരുന്നതുണ്ട്? പ്രൈവറ്റ് ആയിട്ടുള്ള. ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് കൺസോർഷ്യൊക്കെ എന്താണ്? പ്രൈവറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ടേംസ് മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതുക. ഓക്കെ.